ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോങ്ഡേയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ തേർമൽസ് വെയർ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. സോ ഇനി നമുക്ക് ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്തതിന് ശേഷം കാണാം. ഇനി നമ്മൾ എന്താ പറയുക, സ്കിൻ കെയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്. സോ ഞാനത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ ടോണർ തേച്ചു. നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഈ അടുത്ത് കണ്ടതാ. ഒരു ഇൻഫ്ലുവൻസർ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. വെരി ഇമ്പോർട്ടന്റ്. ഈ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അവരുടെ വീഡിയോ നല്ല രസമാണ്. ഒരു കൊറിയൻ ലേഡിയാണ്, സ്കിൻ കെയർ ഉണ്ട് ചെയ്യുന്ന. ഞാനും അത് ഫോളോ ചെയ്യുന്നു. അപ്പം നമ്മൾ ടോണർ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ സിറം യൂസ് ചെയ്യാറുണ്ട് നൈറ്റ്. ഇപ്പം അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. കുറച്ച് മോയ്സ്ചറൈസർ ആൻഡ് കുറച്ച് സൺസ്ക്രീൻ. സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഹെയർ ചെയ്തു. ഞാൻ എന്താ മുഖത്ത് സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും. ഇനി നമുക്ക് ബൂട്ട്സ്. നമ്മൾ ഇതിനൊരു ബ്ലാക്ക് ബൂട്ട്സ് ആണ് ഇടുന്നത്. ഈ ഒരു ബൂട്ട്സ് നമുക്ക് ഈ ഒരു ബൂട്ട്സ് ഇടാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു ബാഗ് വേണം. അപ്പൊ ഇന്ത്യയിൽ 2 ബാഗ് ഉണ്ട്. നമുക്ക് നോക്കാം ഏത് മാച്ച് ആവും എന്നുള്ളത്. സോ ഒന്ന് ഈ സിൽവർ ബാഗാണ്. ഇത് വേണോ അല്ലെങ്കിൽ പിന്നെ എടുത്തുള്ളത് ഒരു റെഡ് ബാഗാണ്. ഇതിലേത് കളർ വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ വിത്ത് ഈ റെഡ് ബാഗ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് സിൽവർ വെച്ച് നോക്കാം. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഗോണ ലുക്ക് വിത്ത് ദി സിൽവർ ബാഗ്സ്. ഐ തിങ്ക് സിൽവർ സ്യൂട്ട്സ് മോർ, റൈറ്റ്? ബിക്കോസ് ഇവിടെ ഈ ഒരു കളർ ഉള്ളതുകൊണ്ട് സിൽവർ കുറച്ചും കൂടി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ, റെഡിനേക്കാളും. സോ ഓക്കെ, ഐ ബി ടേക്കിംഗ് സിൽവർ ബാഗ്. സോ യാ, ഐ എം റെഡി. ചിൻ 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 ചിൻ. സോ ലുക്കിനെയൊക്കെ സ്പോയിൽ ചെയ്യാൻ വേണ്ടി തണുപ്പ് കാരണം ഒരു കോട്ട് കൂടി എടുത്തിട്ടിട്ടുണ്ട്. സോ യാ, ഐ എം ഗോയിങ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഹോങ്ഡേയിൽ ചെന്നിട്ട്. അപ്പോൾ കോളേജിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുക. അപ്പം നോക്കുമ്പോണ്ടേ നമ്മൾക്കൊരു പുതിയ അതിഥി. അവിടെ മാത്രമല്ല, ഫ്രണ്ടിലും ഉണ്ടായിരുന്നു ഒരു വലുത്. അപ്പോഴാണ് മനസ്സിലായത് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ നിറയെ ഉണ്ട്. ആ ഏരിയ മൊത്തം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് ബസ്സൊക്കെ കയറി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബസ്സിൽ ഇരുന്നിട്ടുള്ള പുറത്തേക്കുള്ള കാഴ്ച അടിപൊളിയാണ്. അപ്പം അതൊക്കെ കണ്ടിട്ട് സൊനാലിയോട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയി. ഓട്ടെല്ലാം ഏകദേശം കഴിഞ്ഞു ഗൈസ്. ഇപ്പം എല്ലാ ട്രീസും സ്കെലിറ്റൻസായി ഓൾമോസ്റ്റ്. കുറച്ച് ദൂരം ഉണ്ട്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് മിക്ക സ്ഥലത്തേക്കും, എന്നുവെച്ചാൽ സോളിലുള്ള മിക്ക സ്ഥലത്തേക്കും 50 minutes ആണ് എടുക്കാറ്. ഇങ്ങോട്ടേക്കും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു 50 minutes ട്രാവൽ ഉണ്ട് നമുക്ക്. നമ്മൾ ഹോങ്ഡേ എത്തി, ബസ്സൊക്കെ ഇറങ്ങി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു വൈബേ മാറി. സ്ട്രീറ്റിൻ്റെ നിറയെ ആൾക്കാരാണ്. ഭയങ്കര ഒരു വൈബുള്ളൊരു സ്ട്രീറ്റാണ് ഹോങ്ഡേ. ആൻഡ് നമ്മൾ ഫസ്റ്റ് പോയത്, ഞാൻ സൊനാലിനെയും കൊണ്ട് ഒരു ഹെയർ സ്പാ ചെയ്യാനായിട്ട് പോവാണ്. സോ സൊനാലിനെ ഒരു ഹെയർ സ്പാ ചെയ്യിക്കണം. അവൾക്ക് ഒരു എന്താ പറയുക, റിലാക്സിങ് ഹെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ യൂട്യൂബിൽ നിന്ന് കൊളാബറേഷനായിട്ട് കിട്ടിയതാണ് നമുക്ക്. അങ്ങനെ നമ്മൾ വോഗ് ഹെയറിൽ പോയി. ഭയങ്കര സ്വീറ്റ് സ്റ്റാഫ്സ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് ലൈക്ക് വാവ് ഗൈസ്. അത്രയും സ്വീറ്റാണ് സ്റ്റാഫ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റെപ്സും ഉണ്ട്. എങ്ങനെയാണ് കൊറിയയിലെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കിത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോങ്ഡേ സ്ട്രീറ്റിൽ ഇറങ്ങുന്നതും സ്ട്രീറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ കുറച്ച് സ്കിപ്പ് ചെയ്തേക്കൂ കേട്ടോ. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ ഗൈസ്? ഇവർ നമ്മുടെ സ്കാൽപ്പ് അനലൈസ് ചെയ്യാണ് ഫസ്റ്റ്. നമ്മുടെ സ്കാൽപ്പിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ, ഡ്രൈ ആണോ, ഡാൻഡ്രഫ് ഉണ്ടോ, ഡെഡ് സ്കിൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുക.
ഓക്കെ പറഞ്ഞു. ആദ്യം സ്കാൽപ്പിൽ നമ്മൾ ഓരോ മുടി ഇഴകളും മാറ്റി മാറ്റി കറക്റ്റ് തലയോട്ടിയിൽ ഇങ്ങനെ ക്രീം തേച്ചിട്ട് മറ്റേ മസാജൊക്കെ ചെയ്തു. അപ്പോൾ സ്കാൽപ്പ് ക്ലെൻസിങ് ആണ് ആദ്യം അവർ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം എന്താ പറയുക സ്റ്റീം ചെയ്യിക്കും. നമ്മളെ ഹെഡിലുള്ള അഴുക്കൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റീമിങ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് സ്റ്റീമർ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തു. എന്നിട്ട് വീണ്ടും ബബിൾ ഷാംപൂ യൂസ് ചെയ്തിട്ട് കുറച്ച് മസാജൊക്കെ ചെയ്തു. എഗെയിൻ ഒന്ന് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു. അതിലും കുറച്ച് മസാജിനൊക്കെ ശേഷം പിന്നെ ഒരു ഹെർബൽ പാക്ക് അപ്ലൈ ചെയ്തു. സോ ഗൈസ്, ദ ഫ്രൂട്ട് ഇസ് മാംഗോ. ഇഫ് യു നോ യു നോ. എന്നിട്ട് എഗെയിൻ ഒരു മസാജ് ആയിരുന്നു. ആ മസാജ് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ സൊനാലി ഇപ്പോൾ ഉള്ളത് മസാജിങ് ചെയറിലാണ്. അപ്പോൾ മസാജിങ് ചെയറിൽ ഇരുന്നിട്ടാണ് അവർ ഹെഡ് മസാജും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ വാട്ടർഫാൾ വാഷ് അതും ചെയ്തു. അത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ്സ് അത് അങ്ങനെ ലീവ് ചെയ്തു. കൂടെ സ്റ്റീമും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എഗെയിൻ അവർ സ്കാൽപ്പ് ഒന്നും കൂടി എക്സാമിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ആണോ കണ്ടത് ആ ഡെഡ് സ്കിൻസും ഡാൻഡ്രഫും ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഭയങ്കര ക്ലീൻ സ്കാൽപ്പാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റിയത്. പിന്നെന്താ ഒക്കെ കഴിഞ്ഞു ഈ ഡ്രൈയിങ് ആൻഡ് സ്റ്റൈലിങ്. അപ്പോൾ സൊനാലിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഇഷ്ടം. സൊനാലിൻ്റെ ഹെയർ കേളി ഹെയർ ആണ്. പക്ഷെ അവർ അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സൊനാലി ഒരു മാതിരി മേക്ക് ഓവർ ആയ പോലെ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ സ്റ്റാഫ് വാസ് സോ സ്വീറ്റ് ഗൈസ്. ആൻഡ് ഇവിടെ പ്രൈവറ്റ് റൂംസ് ഉണ്ട് ഈ ഒരു ഹെയർ ക്ലിനിക്കിൽ. ഇതൊരു മുസ്ലിം ഫ്രണ്ട്ലി സർട്ടിഫൈഡ് ഹെയർ ക്ലിനിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് റൂംസ് ഉണ്ട്. അപ്പോൾ അത് കംഫർട്ടബിൾ ആയ ആൾക്കാർക്ക് ലൈക്ക് ധൈര്യമായിട്ട് അവിടെ വരാം. ആൻഡ് ദെൻ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കുറച്ച് ഒരു കടയിൽ ഇങ്ങനെ ഒരു ഫ്രീ കൂപ്പൺ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളതൊക്കെ വാങ്ങി. ആൻഡ് സൊനാലി കണ്ടോ നിങ്ങൾ, ഫിലിം ആക്ട്രസിനെ പോലെയാണ് ഹെയർ ഒക്കെ സ്ട്രെയിറ്റ് ചെയ്ത്. വിൻഡ് ഈസ് ഓൾസോ പ്ലേയിങ് എ ഗുഡ് പാർട്ട്. അതൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂപ്പണും കൊണ്ട് മുകളിൽ പോയി. എന്തോ കാര്യമായിട്ട് വാങ്ങാൻ പോയതാണ്. പക്ഷെ കിട്ടിയത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതാണ് ഗൈസ് കിട്ടിയത്. ഈ ചെല്ലിമുട്ടായിക്കാണ് ഞങ്ങൾ മുകളിൽ വരെ പോയി വാങ്ങി വന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങളത് ആ ഹോങ്ഡേ സ്ട്രീറ്റിൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് പോയി നോക്കിയപ്പോൾ അവിടെ മണി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ATM പോയി പൈസയൊക്കെ എടുത്ത് വന്നു, കാർഡ് എടുക്കാത്തതുകൊണ്ട്. എന്നിട്ട് ഈ ഒരു സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ചൂടായിട്ടാണ് ഉണ്ടാവുക. ഉള്ളിൽ കസ്റ്റർഡ് ക്രീം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു വിൻ്റർ സ്നാക്കാണ്. പിന്നെ ചിലതിൽ ബീനും ഉണ്ടാവും. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ എപ്പോഴും കഴിക്കാറില്ല ഈ ചിക്കൻ്റെ സാധനം. അത് സോൾട്ടഡ് ആണ് ഞാൻ വാങ്ങിയത്. ബിക്കോസ് അവരുടെ സോസിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ സോൾട്ടഡ് വാങ്ങി. ആൻഡ് സൊനാലി ഹോട്ട് ഡോഗ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചീസി ഹോട്ട് ഡോഗാണ് സൊനാലി വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഹോട്ട് ഡോഗും വാങ്ങിയിട്ട് രണ്ടാളും പിന്നെയും നടന്നു. എவ்வளோ 39,000 ഗൈസ്. പിന്നെ നല്ലൊരു രസമുള്ള കാഴ്ച കണ്ടു. അതൊരു കഫേയാണ്. താങ്ക്സ് നേച്ചർ കഫേ എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ നോക്ക് ഗൈസ്, ആട്, ചെമ്മരിയാട്. നല്ല രസമുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അടുത്ത് പോയി അതിന് ഫുഡൊക്കെ കൊടുക്കുന്നു. നല്ല രസമുള്ള ഒരു കഫേ, നേച്ചർ കഫേ. പേരിനോട് 100% നീതി പുലർത്തിയ കഫേയാണ്. ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻസ്, നിറയെ സ്റ്റാർ അങ്ങനെ എല്ലാം വെച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു കഫേ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി ലൈക്ക് ഹോങ്ഡേൻ്റെ ആ സ്ട്രീറ്റിലേക്ക് എത്തി, ലൈക്ക് അതിൻ്റെ ഒരു പീക്കിൽ. പിന്നെ എനിക്ക് ലാസ്റ്റ് ടൈം പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, നിറയെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാൻ മേക്കാതെ കുറച്ച് കുത്തിയിട്ടുണ്ട്, കുറച്ച് അധികം സ്റ്റഡ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനൊരു സ്റ്റഡ് വാങ്ങി അവിടുന്ന്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു. അപ്പോൾ പെർഫെക്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒലീവി അങ്ങനെ തന്നെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട്
ഒരു സ്കിൻ പ്രൊഡക്റ്റും 2 മാസ്കൊക്കെ ടോണർ പാക്സ് ഒക്കെ കിട്ടി. നമ്മൾ ഹോംഡേ കൂടെ ഇങ്ങനെ നടക്കുന്ന ടൈമിലാണ് അവിടെ എന്തൊക്കെയോ ഒരു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് സോ നൈസ് ഗൈസ്, വെരി ഫണ്ണി. ആൻഡ് ഈ തീയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കൊറിയൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഹി വാസ് വെരി കോമഡിയൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, നിങ്ങളും കണ്ട് ആസ്വദിക്കും. 아니 이렇게 올려. 마지막이에요. 오케이. 원. 수많은 꿈들의 모임들 저 멀리 돌아오는 달
ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറി. ഇവിടെ എല്ലാ കടകളിലും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ തകൃതായ രീതിയിൽ നടന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ ഫുൾ സ്ട്രീറ്റും. പിന്നെ നോക്കിയത് എവിടുന്നോ ലൈറ്റ് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വരുന്നു ഗൈസ്, പല പല ചിത്രങ്ങൾ. കേരളമയിലൊക്കെ കണ്ട മറ്റേ ഇങ്ങനെ കൈ വന്നിട്ട് ഡോൾപ്പിക്കുന്ന സാധനം ഞാൻ ട്രൈ ചെയ്ത്, പക്ഷേ കിട്ടിയില്ല. അതിലൊക്കെ എന്താ പറയുക, ഹീറോ വന്ന് എടുത്തു കൊടുക്കും. നമുക്കിവിടെ ഹീറോ ഇല്ലാത്തത് കൊണ്ട് ആരും എടുത്തരല്ല, നമ്മളെ ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ചമ്മിപ്പോയി ഗൈസ്. ആ ട്രീ നോക്കാം, ട്രീ നോക്ക്, വീഡിയോയിൽ നോക്ക്, കളർഫുള്ളായി പ്രൊജക്ടർ. ആ ഗൈസ്, இந்த ട്രീ നോക്ക്, എത്രയാ കളറ്. Thank you. And here is the love for my subscribers, guys. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് കയറി തിരിച്ചതാ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഫുള്ള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വൈബ്രൻറ്റ് സ്ട്രീറ്റ് വൈബ്സ്. So till my next video, bye bye.